ഹലോ, ഹായ്, വെൽക്കം ടു നമ്മുടെ ചാനൽ. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്ത കാസർഗോഡ് സുഹൃത്തിൻ്റെ ഉമ്മാൻ്റെ 9.5 പവൻ കട്ട് എന്ന് പറഞ്ഞിട്ട് എന്തു മനുഷ്യന്മാരാണോ. ഞാനത് കേൾപ്പിച്ചു തരാം കേട്ടോ, അതിനെക്കുറിച്ച് പറയാം നമുക്ക്. ഈ മോഷണ കുറ്റം തന്റെ പേരിൽ ഇത്തരത്തിൽ ചുമത്തി എന്നതാണ്. അതിൽ ഈ കുറ്റം ആരോപിച്ച ഈ ആൺ സുഹൃത്തിന്റെ കുടുംബത്തെ ഇന്ന് ചോദ്യം ചെയ്യുന്നു എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനം. ഇപ്പോൾ 5 ദിവസമായിരിക്കുന്നു യുവതി ഇത്തരത്തിൽ ജീവൻ ഒടുക്കിയിട്ട്. ഇതുവരെ ഈ കേസിൽ അസ്വാഭാവിക മരണത്തിന് മാത്രമാണ് കേസെടുത്തിട്ടുള്ളത്. ഏതെങ്കിലും തരത്തിൽ ആത്മഹത്യാ പ്രേരണ കുറ്റം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ചോദ്യം ചെയ്യൽ നിർണായകമായിരിക്കും. അതായത് ഈ ആൺ സുഹൃത്തിനെയും ചോദ്യം ചെയ്യും, ഒപ്പം ഇയാളുടെ മാതാപിതാക്കളെയും. ഇതിനാണ് ആദൂർ പോലീസിൽ യുവതി ഇത്തരത്തിൽ സ്വർണം മോഷ്ടിച്ചു എന്ന് ആരോപിച്ച് കേസ് നൽകിയിരുന്നത്. പക്ഷേ പോലീസ് ഈ യുവതിയെ നിരന്തരം ചോദ്യം ചെയ്തിട്ടും അതിൽ ഒരു തെളിവും കണ്ടെത്താൻ സാധിക്കാതെ ആ കേസ് ഇതുവരെ രജിസ്റ്റർ ചെയ്യാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവരെ ചോദ്യം ചെയ്യും. അതോടൊപ്പം യുവതിയുടെ ഭർത്താവ് ഇപ്പോൾ നാട്ടിലെത്തിയിട്ടുണ്ട്. അമീർ എന്ന് പറയുന്ന ഈ ഭർത്താവിനെയും ഇന്ന് ചോദ്യം ചെയ്യുമെന്നാണ് പോലീസ് പറഞ്ഞത്. കഴിഞ്ഞ ദിവസം 30ഓളം പേരെ, അതായത് യുവതി അവസരമായി ചികിത്സിച്ച ഡോക്ടർ, സുഹൃത്തുക്കൾ, ബന്ധുക്കൾ ഉൾപ്പെടെ 30ഓളം പേരെ പോലീസ് ചോദ്യം ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ചോദ്യം ചെയ്യൽ കൂടി പൂർത്തിയായതിനു ശേഷം ഇതിൽ തുടർ നടപടികൾ, ഇതിൽ ആത്മഹത്യാ പ്രേരണ കുറ്റം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്താനുള്ള ഒരു സാധ്യതയാണ് നമുക്ക് കാണുന്നത്. ഇതിനിടയിലാണ് മനുഷ്യാവകാശ കമ്മീഷൻ ഈ വിഷയത്തിൽ ഇപ്പോൾ ഇടപെട്ടിട്ടുള്ളത്. മനുഷ്യാവകാശ കമ്മീഷൻ ഇപ്പോൾ ഈ സംഭവത്തിൽ കേസെടുത്തിട്ടുണ്ട്. ഞാൻ പറയണത്, ചെയ്യാത്ത കുറ്റമുണ്ടല്ലോ അതൊരാളിൽ ഏൽപ്പിക്കുമ്പോണ്ടല്ലോ, ഒരാൾക്കൊരു സഹായം ചെയ്ത് കൊടുത്താലാണെങ്കിലും നമ്മളെ കുറിച്ചിട്ടുണ്ടല്ലോ ഒരു തെറ്റായിട്ട് ഒരാൾ പറയുമ്പോണ്ടല്ലോ, അത് തെറ്റാണെങ്കിൽ നമ്മൾക്കത് താങ്ങാനുള്ള താങ്ങാൻ പറ്റില്ല. കാരണം നമ്മളെ കുറിച്ച് തെറ്റ് പറയുമ്പോൾ ബോൾഡായിട്ട് നിൽക്കുക. പക്ഷേ ഒരു കള്ളീന്നൊക്കെ പറയുമ്പോൾ എനിക്കും 2 മക്കളുള്ളതാണ്. ഇന്നൊരാൾ കള്ളീന്ന് വിളിക്കുമ്പോൾ എനിക്കത് എന്തായാലും വിഷമാവും. കാരണം അത് എൻ്റെ മക്കളെ മുന്നിൽ വെച്ചിട്ട് ഇന്നെ കള്ളീന്ന് അതൊക്കെ ഒരു 24 വയസ്സായ ഒരു പെൺകുട്ടിയാണത്. കാരണം അതതിന് താങ്ങാൻ പറ്റില്ല. കൂടെ നിൽക്കേണ്ട ഭർത്താവിൻ്റെ ഉമ്മ, ഇതൊക്കെ ഇവള് കട്ടു എന്ന് പറയുമ്പോൾ ഈ പോലീസുകാർ ഒരു ചെറിയൊരിത് ആ കുട്ടിയുടെ നിന്ന് അത് കണ്ടിട്ടുണ്ടെങ്കിലല്ലേ നിങ്ങൾക്കൊരു തെളിവ് പോലും ശേഖരിക്കാൻ പറ്റാണ്ട് ഒരാളെ സഹായിച്ചു എന്നുള്ള പേരിലാണ് ആ കുട്ടി ഇന്ന് അനുഭവിച്ചതും അതിൻ്റെ ജീവൻ അടക്കം പോയത്. നാളെ ഞമ്മക്കിത് വന്നുകൂടാന്നൊന്നുമില്ല. ഒരാളെ അത് കട്ട് ചെയ്ത് ചിലർക്കുണ്ടല്ലോ മാനസികമായിട്ടുണ്ടല്ലോ ഇങ്ങനെ കുത്തി ചില നാട്ടുകളിലല്ല, മിക്ക സ്ഥലത്തുമുണ്ട്. നമ്മളിപ്പോൾ ഒരാളായിട്ട് വർത്താനം പറയുന്നതാണെങ്കിലും ഇപ്പം നമ്മൾ അറിയണവരായിട്ട് വർത്താനം, ഇപ്പം പെണ്ണും വർത്താനം പറഞ്ഞാലും ആണും വർത്താനം പറഞ്ഞാലും ഒക്കെ ഒരു സംശയത്തിൻ്റെ കണ്ണിയിലാണ് ഇപ്പം എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറയണത്, ആ ഒരു കൂടെ നിൽക്കേണ്ട ഭർത്താവ് എന്ന് പറയുന്ന വ്യക്തി ഉണ്ടല്ലോ, അതുപോലെ അതിനെ സംശയിച്ചിട്ട് മൊഴി ചൊല്ലാനുള്ള ഇതൊക്കെ എടുക്കുമ്പോൾ പിന്നെ അത് ആർക്ക് വേണ്ടിയിട്ട് ജീവിക്കണം? നമ്മൾക്ക് ഓപ്പോസിറ്റ് നമ്മളൊരാൾ എന്തെങ്കിലും പറഞ്ഞ് ഇതാക്കുമ്പോൾ, നമ്മൾ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് ഇതാക്കുമ്പോൾ അപ്പുറത്ത് അതിൻ്റെ ഭർത്താവിൻ്റെ കൂടെ നിൽക്കണുണ്ടല്ലോ, ആൾക്ക് ഇന്നെ അറിയാലോ എന്നൊക്കെ ഇത് വല്ലൊരു ആ കുട്ടി സത്യം പറഞ്ഞാലല്ല, അത് ചെയ്തിട്ടില്ല 100% അതിൻ്റെ ജീവൻ കൊടുത്തിട്ട് അത് അങ്ങനെയെങ്കിലും ഞാൻ മരിച്ചാലെങ്കിലും എൻ്റെ നിരപരാധിത്വം തെളിയണം എന്നുള്ളൊരു ഇതിലായിരിക്കും ആ കുട്ടി അത് ചെയ്തത്. എങ്ങനെ ഞാൻ ഈ സമൂഹത്തിൽ ജീവിക്കും? എനിക്ക് 2 മക്കളാണ്. ആ മക്കളെ നാളെ കള്ളിയുടെ ഉമ്മ എന്ന് അറിയപ്പെടില്ല. ഒരാൾ ചെയ്യാത്ത കുറ്റം ഒരാളേൽ ഇങ്ങനെ അടിച്ചമർത്തുമ്പോൾ ഏതൊരാളാണെങ്കിലും നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ല, നമ്മൾ കാണാത്തൊരു കാര്യം, അവളാണ് ആ സമയത്ത് വീട്ടിലേക്ക് വന്നത്, അവളാണത് കട്ടത്, അല്ലെങ്കിൽ അവളാണ് അത് ചെയ്തത്, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. ഒരാൾ കുത്തി നോവിക്കുമ്പോൾ അത് താങ്ങാനുള്ളൊരു ശേഷി ഉണ്ടാവില്ല. പോലീസ് സ്റ്റേഷനിൽ ഒരു 2-3 പട്ടാക്കുട്ടി അത്ര അപമാനപ്പെട്ടിട്ടുണ്ട്. അത് വന്നിട്ട് ലാസ്റ്റ് ആ വീഡിയോ ചെയ്തിട്ടാണ് അത് അതിൻ്റെ നിരപരാധിത്വം ഇതാക്കിയിട്ടത് പോയത്. അത് മരിച്ചിട്ടാണെങ്കിൽ ഇത് നാളെ ഇതിൻ്റെ സത്യം തെളിയണമെന്ന് പറഞ്ഞിട്ടാണ് കുട്ടി പോയത്. നാളെ ആർക്കും ഇങ്ങനൊരു ഗതി എത്താണ്ടെടുക്കട്ടെ പടച്ചറപ്പേ.